പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാണ്ട് ഒരു ജീവിതം നഹിഹേ. എവിടൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുണ്ട് അവിടെയൊക്കെ നമ്മുടെ ഒരു കൂടപ്പറപ്പിനെ പോലെ കട്ടയ്ക്ക് സ്ട്രെസ് ഉണ്ടാവും. പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരേ ഒരു വഴി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ട്രെസ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടു. ഇന്ന് നമുക്ക് സ്ട്രെസ് മാനേജ്മെന്റിലോട്ട് പോകാം. ബ്രീത്തിങ് ടെക്നിക് അത്യാവശ്യം വർക്കൊക്കെ ആയിട്ട് തിരക്കിലാണെന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടെക്നിക്. ഉദാഹരണത്തിന് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്. ഒരു കൈ ചെസ്റ്റിലോട്ടും ഒരു കൈ വയറിലോട്ടും വെക്കുക. മാക്സിമം എയർ മൂക്കിലൂടെ കയറ്റിവിടാം. എയർ കയറുമ്പോൾ വയറും പൊങ്ങണം. ഒരു 3 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യാം. എന്നിട്ട് മെല്ലെ ശ്വാസം വായിലൂടെ പുറത്തുവിടാം. ശ്വാസം വിടുമ്പോൾ വയറ് മെല്ലെ താവണം. ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. മെഡിറ്റേഷൻ. ക്രോണിക് സ്ട്രെസ്സും വർക്കിലോടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ബെസ്റ്റ് വൺ. ഉദാഹരണത്തിന് മൈൻഡ്ഫുൾനെസ്. ഒരു 10-15 മിനിറ്റ് കണ്ണടച്ച് നമ്മുടെ ബ്രീത്തിലേക്കോ ചുറ്റുമുള്ള ശബ്ദങ്ങളിലേക്കോ നമ്മുടെ ബോഡി സെൻസേഷനിലേക്കോ മാത്രം ഫോക്കസ് ചെയ്യാം. ഫോർവേഡ് ആൻഡ് റിവേഴ്സ് കൗണ്ടിങ്. നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി ഫോക്കസ് തീരെ കിട്ടാത്ത സന്ദർഭങ്ങളിൽ ബെസ്റ്റ് വൺ. 1 2 3 4 അങ്ങനെ ഒരു 10 വരെ. എന്നിട്ട് നേരെ ബാക്കിലോട്ട് 10 9 8 കഴിഞ്ഞാൽ 7 തന്നെ അല്ലേ. അങ്ങനെ കണ്ടിപ്പോ. യോഗ, പ്രാണായാമ, ആസ്താംഗ പോലുള്ള ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. നമുക്ക് സമയം കുറവായതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നില്ല. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ യോഗയും ഇതിൽ പറയാത്ത മറ്റു ചില ടെക്നിക്സും താഴെ ക്യാപ്ഷനിലുണ്ട്. ഇനി നിങ്ങൾക്കറിയാവുന്ന മറ്റേതെങ്കിലും ടെക്നിക്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തു.